ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും വരുവാൻ പോകുന്ന സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം വീണ്ടും അലീനയെ എങ്ങനെയെങ്കിലും ഒതുക്കുവാൻ വേണ്ടിയുള്ള ബബിതയുടെയും രോഗത്തിന്റെയും ഹരിയുടെയും നീക്കങ്ങളാണ്. ഇതിനോടൊപ്പം ഹരി അല്പം കൂടെ വീണ്ടും പെൺകുട്ടികളെ അപമാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുവാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അതിൽ രോഹിത്തിനെ കൂട്ടുകയും രോഹിത്തും ഹരിക്കൊപ്പം നിന്നുകൊണ്ട് ശരണി എന്ന പെൺകുട്ടിയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവൾക്ക് മയക്കുമരുന്ന് കലക്കി അവളെ അബോധാവസ്ഥയിലാക്കിയിട്ട് പീഡിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അവിടെ ആ ശരണി എന്ന പെൺകുട്ടിക്ക് രക്ഷകനായിട്ട് വേറൊരാൾ എത്തുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഒടുവിൽ രോഹിത്തും ഹരിയും കുടുങ്ങുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം ബാലചന്ദ്രൻ തന്റെ മക്കളുടെ പല കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ള ഒരു സത്യം അലീന പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ബാലചന്ദ്രനോട് പറയാണ് രോഹിത്ത് പലപ്പോഴും മദ്യപിച്ചെത്താറുണ്ട്, അതുപോലെ അച്ഛനെയോ അമ്മയോ ആരും ബഹുമാനിക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ ബാലചന്ദ്രൻ വളരെ നിരാശയാണ്. ഒന്നാമത് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന തന്റെ ഭാര്യയെ തന്നെ ചതിച്ചു, തന്റെ മക്കളും തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ വളരെ സങ്കടമുണ്ടാകുകയും ഒടുവിൽ രോഹിത്തിനോട് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ രോഹിത്ത് അച്ഛന് യാതൊരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിലുള്ള ഇടപെടലും സംസാരവുമൊക്കെ ബാലചന്ദ്രനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാനസികമായിട്ട് വീണ്ടും ബാലചന്ദ്രൻ തകർന്നു പോകുകയാണ്. ഈ സമയത്ത് അലീന ബാലചന്ദ്രനെ കൂടുതലായിട്ട് കെയർ ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്തും ബാലചന്ദ്രൻ മനസ്സിലെ അവേദനകൾ അലീനയോട് തുറന്നു പറയുകയാണ്. എന്നെ ചതിച്ചത് ഒരാളൊന്നുമല്ല, ഒരു സമൂഹം, ഒരു കുടുംബം മുഴുവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ നീ ഒരാൾ മാത്രമാണ് എനിക്ക് തുണയായിട്ട് നിന്ന്, നീ എന്റെ മോളായി ജനിച്ചില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീനയെ തിരിച്ചു ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം ബബിതയുടെ മനസ്സിൽ എപ്പോഴും അലീനയെ എങ്ങനെയെങ്കിലും ഒതുക്കുക, തന്നെ കൊണ്ട് തന്റെ അച്ഛൻ അവക്ക് വേണ്ട, അലീനയ്ക്ക് വേണ്ട ആ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്തതും അതത്ര ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും അലീനയെ അപമാനപ്പെടുത്തുക, അങ്ങനെ അച്ഛനും അലീനയും തമ്മിൽ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കുക, അതിനുവേണ്ട അവസരങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ബബിതനെയാണ് കാണുന്നത്. അതിനോടൊപ്പം ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ബബിത ഇടയ്ക്കിടയ്ക്ക് തന്നെ അമ്മയായ ബൈജിയുടെ അടുക്കൽ പോവുകയും അലീനയെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ തന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ തന്നെ ബബിത നമ്മുടെ വൈജിയുടെ മനസ്സിൽ കൂടുതൽ വിഷം കുത്തിവെക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആശുപത്രിയിൽ ഏകദേശം ഡിസ്ചാർജ് ചെയ്ത് വരാറായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡൈവേഴ്സ് വേണോ അല്ലെങ്കിൽ നേരെ മറിച്ച് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണമോ എന്നൊരു വലിയ കൺഫ്യൂഷൻ നിൽക്കുന്ന വൈജയനെ കാണാം. കാരണം ഒരുപക്ഷെങ്കിൽ ഡൈവേഴ്സ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളുടെ ഭാവി എന്താകുമെന്നൊരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അലീനയെ ഒതുക്കുവാൻ കഴിയത്തില്ല, ബാലചന്ദ്രനെ ഒതുക്കുവാൻ കഴിയില്ല എന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കാം ഡിവോഴ്സിലേക്ക് പോകാതെ വൈജ നേരം മറിച്ച് തന്റെ വീട്ടിലേക്ക്, ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയും അങ്ങനെ വീണ്ടും അലീനയുമായിട്ടൊരു ഫൈറ്റിംഗ് നടത്തുവാനൊക്കെ ഉള്ള ശ്രമങ്ങൾ വരും ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അത് എത്രത്തോളം ഫലമാകുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വൈജ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയെ കെയർ ചെയ്യുന്ന ബാലചന്ദ്രനെയും അതുപോലെ തന്റെ ആങ്ങളമാരൊക്കെ പോയതുകൊണ്ട് തന്നെ ഇപ്പൊ അലീനയ്ക്ക് തുണയായി നിൽക്കുന്നത് കൃഷ്ണമോളും ബാലചന്ദ്രനും മാത്രമായിരിക്കുകയാണ്. അതിനുശേഷം കാണാൻ പോകുന്ന മനു ഇടയ്ക്കിടയ്ക്ക് അലീനയെ കാണുവാൻ വേണ്ടി വീട്ടിൽ വരികയും അത് വലിയ പ്രശ്നത്തിലേക്ക് വരികയാണ്. അങ്ങനെ ചില അപവാദ പ്രചരണങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്ന നമ്മുടെ വൈജയനെ കാണാം. വൈജ കമലയോട് വിളിച്ചു പറയുകയും മനു എന്തിനാണ് ഇങ്ങോട്ട് കൂടെ വരുന്നത്, അലീനയെ വളയ്ക്കും, അല്ലെങ്കിൽ അലീനയുമായിട്ട് എന്തോ ഒരു അഭയ ബന്ധമുണ്ട്, അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമലയെ ദേഷ്യപ്പെടുത്തുന്ന ചില ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനോടൊപ്പം കമലയ്ക്ക് ഇപ്പം തീർച്ചയായിട്ടും പറഞ്ഞ വൈജയനെയും ഇഷ്ടമില്ല, ബാലകൃഷ്ണനെയും ഇഷ്ടമില്ല, അലീനയും ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയിൽ ബബിതയുടെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഹരിയുടെ കയ്യിലുണ്ട് എന്ന സത്യം കമല അറിയുകയും അങ്ങനെ ബബിതയും അതുപോലെ ഹരിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് കമല മനസ്സിലാക്കിയെടുക്കുകയും അങ്ങനെ ബബിതയെക്കുറിച്ച് ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തുവാൻ ശ്രമിക്കുന്ന, അങ്ങനെ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുവാൻ കമല ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എപ്പിസോഡ് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുവും അലീനയും തമ്മിൽ കൂടുതൽ അടുക്കുകയും കൂടുതൽ അവർ ഹൃദയങ്ങൾ കൈമാറുകയും ചെയ്യുന്ന മനോഹരമാകുന്ന രംഗങ്ങളൊക്കെയുണ്ട്. അത് അലീനയെ ഇതുവരെയും നമ്മൾ കാണാത്ത ഒരു അലീനയെ ഒരു റൊമാൻറ്റിക് ആയിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷകരമാകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അതിനോടൊപ്പം വൈജ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ആഴ്ച കൂടെയായിരിക്കും അടുത്ത ആഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ അലീനയെ കുറിച്ചുള്ള കൂടുതൽ ചരിത്രങ്ങൾ, അലീന എങ്ങനെയാണ് ഈ ഇവിടെ വീട്ടിലെത്തിയത്, മനുവുമായിട്ട് അല്ലെങ്കിൽ തന്റെ അച്ഛനുമായിട്ട് എങ്ങനെയാണ് അലീന കാണുവാൻ ഇടയായത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ചില ചാരപ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ അത് ബാലചന്ദ്രന്റെ മോളല്ല അലീന, യഥാർത്ഥത്തിൽ മറ്റൊരു സ്ത്രീയുടെ മോളാണ് എന്ന് മനസ്സിലാക്കുന്ന വൈജ അതിനുവേണ്ടി ആ സ്ത്രീ ആരാണെന്നും അലീനയുടെ അമ്മയാരെന്നും അലീനയുടെ അച്ഛൻ ആരാണ് എന്നും അറിയുവാൻ വേണ്ടി ഒരു യാത്ര തിരിക്കുന്നതൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അലീനയുടെ പിതൃത്വം അല്ലെങ്കിൽ അലീനയുടെ അമ്മയും അച്ഛനും ആരാണ് എന്ന് വൈജ മനസ്സിലാക്കുകയും അത് വൈജയ്ക്ക് വലിയൊരു ഷോക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വൈജയുടെ ഓരോ നീക്കങ്ങളും ബാലചന്ദ്രൻ കണ്ട് ബാലചന്ദ്രൻ തന്നെ വൈജയെ ഒരു ദിവസം മുറി വിളിച്ചു വരുത്തി ഈ ചില സത്യങ്ങൾ പറയുവാൻ ശ്രമിക്കുകയാണോ. കാരണം വൈജയോട് പറയണം, അലീന എന്റെ മോളല്ല എന്നുള്ള സത്യം നീ അറിയണം. അത് നീ ആ സത്യം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിന്റെ മനസ്സിൽ എപ്പോഴും അലീനയുടെ പക മാത്രമാണ്. അവളെ നീ എന്നിൽ നിന്ന് അകറ്റുവാൻ അല്ലെങ്കിൽ പല കിംവദന്തികളും പല കാര്യങ്ങളും നീ പറയാറുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ അവൾ എന്റെ മോളല്ല. അവളെ എന്നെക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുകയും അവളെ കരുതുകയും ചെയ്യേണ്ട പലരും ഈ കുടുംബത്തിലുണ്ട് എന്ന് വൈജയോട് പറയാം. അപ്പം വൈജ പറയാണ്, അതെന്താണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ മോളാണെന്ന് ആണല്ലോ ഇതുവരെയും പറഞ്ഞത്. ആദ്യം നിങ്ങളുടെ വേലക്കാരിയായി, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായി, പിന്നീട് നിങ്ങളുടെ മോളായി, ഇപ്പോൾ നിങ്ങളുടെ മോളല്ലെന്ന് പറയുന്നു. അവളുടെ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടപ്പെട്ടവർ ഈ കുടുംബത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ് എന്നൊക്കെ ബാലചന്ദ്രനോട് ചോദിക്കുക. അപ്പൊ ബാലചന്ദ്രൻ പറയാണ്, നീ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അവള് ഈ കുടുംബത്തിൽ ഒരംഗമായി അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരംഗമായി ഞാൻ മാറ്റിയെങ്കിൽ അതിന് ചില സത്യങ്ങളുണ്ട്. ആ സത്യം ഒരു പക്ഷെങ്കിൽ നിന്റെ ആങ്ങളമാരും നിന്റെ വീട്ടുകാരും അറിഞ്ഞതായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവർ പിന്മാറിയത്. അതുകൊണ്ട് നിന്റെ ആങ്ങളമാരോട് തന്നെ നീ ചോദിക്ക്, അലീന ആരാണ്, അലീനയുമായിട്ട് നമ്മുടെ കുടുംബത്തിന് എന്താണ് ബന്ധം എന്ന് നീ ചോദിക്കുവാൻ പറയാം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് ആരും വേണ്ട, എന്റെ ആങ്ങളമാരും വേണ്ട, എന്റെ അമ്മയും വേണ്ട, എനിക്ക് ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാനും ഉള്ള ജോലിയുണ്ട്, ഒറ്റയ്ക്ക് എന്റെ മക്കളെ വളർത്തുവാനുള്ള കഴിവെനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. അതുകൊണ്ട് ഇനി ഒരു ആങ്ങളമാരെയും എന്റെ വീട്ടിലേക്ക് കയറ്റുവാനോ ഞാൻ വിളിച്ചു വരുത്തുവാനോ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ അലീനയെ കൂടുതലായിട്ട് ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്ന വൈജയോട് പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇപ്പോ അലീനയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയ്ക്ക് നീ ഒരു ദിവസം മറുപടി പറയേണ്ടി വരും. അവളുടെ കാൽച്ചോട്ടിൽ കിടന്ന് നീ നിലവിളിക്കേണ്ടി വരും, നീ മാപ്പ് അപേക്ഷിക്കേണ്ടി വരും. അന്ന് അവള് നിനക്ക് മാപ്പ് തന്നാലും മാപ്പ് തരാൻ പറ്റാത്ത പലരും ഈ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് നീ ചിന്തിച്ചോളം എന്നൊക്കെ പറയാണ്. മാത്രമല്ല ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പല സത്യങ്ങളും തിരിച്ചറിയുമ്പോൾ നിന്നെ ഇവിടെ സ്നേഹിക്കുന്ന, നിന്നെ ഒപ്പമുണ്ട് എന്ന് കരുതുന്ന നിന്റെ മക്കള് പോലും, ഭവതിയും രോഹിത്തും പോലും നിന്നെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുന്ന ഒരു ദിവസമുണ്ടാകും എന്നൊക്കെ പറയാം. അപ്പോഴും വൈജയ്ക്ക് കൃത്യമാകുന്ന ആ കാര്യത്തിലേക്ക് ബാലചന്ദ്രൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ പോലുമുള്ള ഒരു ബോധം ഉണ്ടാകുന്നില്ല. കാരണം മനസ്സിൽ നിറയെ ബാലചന്ദ്രനോടും അലീനയോടുമുള്ള പക ഇങ്ങനെ പെരുപ്പിച്ചു വെക്കുന്ന ചില സാഹചര്യമാണ്. എന്തൊക്കെ ആരൊക്കെ ഉപദേശിച്ചാലും, തന്റെ അമ്മയെ ഉപദേശിച്ചാലും, തന്റെ സഹോദരന്മാർ ഉപദേശിച്ചാലും, ബാലചന്ദ്രൻ ഉപദേശിച്ചാലും അതൊന്നും ചെവിക്കൊള്ളുവാൻ വൈജയ്ക്ക് മനസ്സില്ലാതെ വരികയും അങ്ങനെ എങ്ങനെയെങ്കിലും അലീനയെയും ബാലചന്ദ്രനെയും ഒഴിവാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് പോകുമ്പോൾ സത്യങ്ങൾ ബാലചന്ദ്രനെ തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്കൊക്കെ വരികയും അത് വലിയ ക്രൂരമായി തന്നെ ബാലചന്ദ്രൻ അത് നിറവേറ്റുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ വരും എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി ബാലചന്ദ്രൻ തന്റെ രൗദ്രഭാഗം അല്ലെങ്കിൽ തന്റെ പക ഇത്രയും 22 വർഷം മനസ്സിൽ കൊണ്ട് അല്ലെങ്കിൽ 22 വർഷം തന്നെ ചതിക്കപ്പെട്ട താൻ ആ പക മുഴുവൻ വൈജയുടെ നേരെ ചൂണ്ടുകയും അങ്ങനെ വലിയൊരു വധഭീഷണി മുഴക്കി വൈജയെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരും ദിവസത്തിൽ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിലെല്ലാം അലീനയ്ക്ക് വേദനകൾ അവിടെ ഉണ്ടായെങ്കിലും മനുവെന്ന ആ ചെറുപ്പക്കാരന്റെ ആ സ്നേഹവും ലാളനവും അതുപോലെ കെയറിങ്ങും കരുതലുമൊക്കെ അലീനയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ബബിതയുടെ പല രഹസ്യങ്ങളും അലീന മനസ്സിലാക്കുകയും
ബബിത പലപ്പോഴും പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളൊക്കെയുണ്ട്. തന്റെ കാമുകനോടൊപ്പം റൂമിൽ വീണ്ടും പോകുകയും അവർ തമ്മിൽ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ അഭിഹിത ബന്ധം അല്ലെങ്കിൽ പാടില്ലാത്ത പല ബന്ധങ്ങളിലും ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് അലീന മനസ്സിലാക്കുകയും അതിനോടൊപ്പം ബബിതയ്ക്ക് പലപ്പോഴും തന്റെ കാമുകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് വലിയ തനിക്ക് അംഗീകരിക്കുവാൻ പറ്റാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ബബിതയുടെ ഭാവി ജീവിതം പകുതി നിലച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ ബബിതയുടെ ഉത്തരവാദിത്തം അലീന ഏറ്റെടുക്കുകയും അലീനയിലൂടെ ബബിതയുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ കഴിയും. അപ്പം അപ്കമിങ് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരും ദിവസത്തെ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.